പലരും സംസാരിക്കാറുണ്ട് ക്രിസ്ത്യാനോയ്ക്ക് വേണ്ടിയിട്ടാണ് വേൾഡ് കപ്പ് അടിക്കണം എന്നുള്ളത്. ഇനിയിപ്പോൾ ജോട്ടയ്ക്ക് വേണ്ടി കൂടി വേൾഡ് കപ്പ് അടിക്കേണ്ട ഒരു സാഹചര്യം അവിടെ ഉണ്ട്. കാരണം എവിടെയോ കിടക്കുന്ന ഒരു ജോട്ട മരിച്ചപ്പോൾ നമ്മുടെയൊക്കെ ഉള്ളിൽ പെടഞ്ഞത് നമ്മളെല്ലാവരും കണ്ടതല്ലേ. അപ്പോൾ അതാണ് ആ ഫുട്ബോളിനോടുള്ള നമ്മുടെ ആ ഒരു അടുപ്പമാണ്, ആ പാഷനാണ്. അല്ലെങ്കിൽ അത്രയും അകലെ നിൽക്കുന്നൊരു മനുഷ്യൻ നമ്മൾ അറിയ പോലും ഇല്ല നേരിട്ട്, പക്ഷേ നമ്മൾ വീക്ക് ഇൻ വീക്കൗട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു. അപ്പോൾ അത്രത്തോളം നമുക്ക് ഈ പ്ലേയേഴ്സുമായിട്ടൊക്കെ അടുപ്പമുണ്ട്. അപ്പോൾ എന്തായാലും ജോട്ടയ്ക്ക് വേണ്ടി കൂടി അടുത്ത വേൾഡ് കപ്പ് ജയിക്കേണ്ടതായിട്ടുണ്ട് പോർച്ചുഗലിനെ സംബന്ധിച്ചോളം. ഒബ്വിയസ്ലി ക്രിസ്ത്യാനോ എന്ന് പറയുന്ന ആ ഒരു ലെജൻഡിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആ ഒരു ടീം പ്ലേ നമ്മൾ കാണുന്നുണ്ട്. മാത്രമല്ല ക്രിസ്ത്യാനോയും മെസ്സിയുടെ കൂടെ എങ്ങനെയായിരുന്നു റയൽ മാഡ്രിഡ് എന്ന് പറയുന്നത്, അർജൻറ്റീന, ആ രീതിയിലേക്ക് പിന്നെ പോർച്ചുഗീസ് സൈഡ് മാറി വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ബോബി മാർട്ടിനസ് എന്ന് പറയുന്ന കോച്ചിനെയാണ് നമ്മളിനിയിപ്പോൾ നോക്കേണ്ടതായിട്ടുള്ളത്. ബെൽജിയത്തിൻ്റെ ഗോൾഡൻ ജനറേഷനെ ഒരു വഴിക്കാക്കിയിട്ടുള്ളൊരു മനുഷ്യനാണ്. പക്ഷേ ഈ നാഷൻസ് ലീഗിൽ അദ്ദേഹം കുറച്ച് വെർസറ്റാലിറ്റിയും കുറച്ച് കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടെന്ന തരത്തിലുള്ള സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ കാണിച്ചിട്ടുണ്ട്. പക്ഷേ അതൊരു ബിഗ് സ്റ്റേജിലേക്ക് എത്തുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു വലിയ സ്റ്റേജ് ആണെന്ന് പറയാൻ പറ്റില്ല. ശരിയാണ്, ഒരു ട്രോഫിയാണ്, ഗുഡ്, അത് എൻജോയ് ചെയ്യണം, സെലിബ്രേറ്റ് ചെയ്യണം, അതിനൊന്നും ആരും തടസ്സം നിൽക്കുന്നില്ല. പക്ഷേ യൂറോയിൽ നമ്മൾ കണ്ടതാണ് അവർ പെർഫോം ചെയ്യാത്തത്. ഇതേ തരത്തിലുള്ള സ്ക്വാഡ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്, ഇതേ പ്ലേയേഴ്സ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം 3-4 ടീമിനെ ഇറക്കി വിടാൻ പറ്റുന്ന തരത്തിലുള്ള സ്ക്വാഡ് സ്ട്രെങ്ത് ഉണ്ടോ പിന്നെ പോർച്ചുഗലിന്? അത്രയും പ്ലേയേഴ്സ് ഉണ്ട്. എവിടെയാണ് ക്വാളിറ്റി ഇല്ലാത്തത്? ഏത് മേഖലയിലാണ് ക്വാളിറ്റി ഇല്ലാത്തത്? ക്രിസ്ത്യാനോ ഉണ്ട്. പിന്നെ എന്താ വേണ്ടത്? നമ്മൾ ഗോൾ കീപ്പർ ഏരിയ നോക്കി കഴിഞ്ഞാൽ അവിടെ ഡിയോഗോ കോസ്റ്റ ഫാൻറ്റാസ്റ്റിക് പ്ലെയറാണ്. ഡിഫൻസിൽ കിടിലം പ്ലെയേഴ്സ് ഉണ്ട്. ഫുൾ ബാക്കായിട്ട് ന്യൂനോ മെൻഡസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഈ ബോബി മാർട്ടിനസിനെ തന്നെ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബെൽജിയം സൈഡ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം എക്സ്പീരിയൻസ് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു പ്ലെയറാണ്. യാൻ വെർട്ടോങ്ങനും ആൽഡർ വെറൽഡും ഒക്കെ എന്താ പറയുക, പിന്നെ മുട്ടൂത്തി വയസ്സായി നിൽക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം കളിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞുള്ളതാണ്, ചില ക്രിസ്ത്യാനോ ആരാധകർക്ക്, ഫാൻ ബോയ്സിന് ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല ഞാനിപ്പോൾ എന്തേ പറയാൻ പോകുന്നത്. പക്ഷേ അതൊരു യാഥാർത്ഥ്യമാണ്. 40 വയസ്സുള്ള ക്രിസ്ത്യാനോ ഇപ്പോഴും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയറാണ്. ഇപ്പോഴും അദ്ദേഹത്തിന് ഈ പോർച്ചുഗീസ് സൈഡിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ അദ്ദേഹത്തിൻ്റെ മിനിറ്റ്സ് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യേണ്ട ദൗത്യം അത് ബോബി മാർട്ടിനസിനാണ്. റോബർട്ടോ മാർട്ടിനസ് എന്ന് പറയുന്ന മാനേജർ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ മിനിറ്റ്സുകൾ മത്സരങ്ങളെ വീക്ഷിച്ചുകൊണ്ട് മത്സരങ്ങൾക്കനുസരിച്ച് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോർച്ചുഗലിന് തന്നെയാണ് ഗുണമുള്ളത്. എല്ലാ മത്സരത്തിലും ചിലപ്പോൾ ക്രിസ്ത്യാനോ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കേണ്ടി വരില്ല. പക്ഷേ ബോബി മാർട്ടിനസ് ആയതുകൊണ്ട് എല്ലാ മത്സരങ്ങളിലും ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കും. പക്ഷേ ചില മത്സരങ്ങളിൽ സെക്കൻഡ് ഹാഫിൽ കൊണ്ടുവന്നാൽ മതി, ഒരു 30 മിനിറ്റ്സ് 40 മിനിറ്റ്സ് ആകുന്ന സാഹചര്യത്തിൽ ബാക്കിയുള്ള സമയത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇപ്പോഴും ഡിഫൻഡറിൻ്റെ മുകളിലൂടെ ചാടാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. ആ രീതിയിൽ ക്രോസുകൾ ഇട്ട് കൊടുക്കാൻ പറ്റും. ഇപ്പോഴും പോച്ചറാണ്, എക്സലൻറ്റ് ഫിനിഷറാണ് ഇപ്പോഴും. അത് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ അദ്ദേഹത്തിന് മിനിറ്റ്സ് മാനേജ് ചെയ്യണം. അത് ഏത് സൈഡിനെതിരെയാണോ കളിക്കുന്നത് അതിനനുസരിച്ച് വേണം. അല്ലാതെ എല്ലാ മത്സരത്തിലും ഒരേ രീതിയിൽ തന്നെ അദ്ദേഹത്തെ ഈ ഒരു ക്രിസ്ത്യാനോനെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് പോർച്ചുഗലിന് തന്നെയാണ് ഗുണമുള്ളത്. ഈ പറഞ്ഞ പോലെ ഇഷ്ടം പോലെ പ്ലേയേഴ്സ് ഉണ്ട്. പക്ഷേ ആ സ്ട്രൈക്കർ റോൾ ഇപ്പോൾ ഗോൺസാലോ റാമോസാണ് പ്രധാനമായിട്ടുള്ളത്. ആളിനെയും അങ്ങനെ പൂർണ്ണമായിട്ട് നമുക്ക് ട്രസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഇത് മിനിറ്റ്സ് മാനേജ് ചെയ്യണം, മിനിറ്റ്സ് എന്തായാലും മാനേജ് ചെയ്യണം. പക്ഷേ ആ പോർച്ചുഗീസ് സൈഡ് ഒരു 1.5 സൈഡാണ്. അടുത്ത വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു വേൾഡ് കപ്പ് ആയിരിക്കും. കാരണം കുറേ എണ്ണം പറഞ്ഞ സ്ക്വാഡുകളാണ് വരുന്നത്. കിടിലം മാനേജർമാരാണ് പലരെയും മാനേജ് ചെയ്യുന്നുള്ള കാര്യമാണ്. ഇപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ജർമ്മനി ആണെങ്കിൽ നൈഗൽസ്മാനാണ്. പ്രശ്നങ്ങളുണ്ട് ആ സ്ക്വാഡിൽ, പക്ഷേ നൈഗൽസ്മാനാണ്. തോമസ് ടുക്കേലാണ് ഇംഗ്ലണ്ടിനെ മാനേജ് ചെയ്യുന്നത്. ഇംഗ്ലണ്ടിന് ഇത്തവണ നടക്കുമോ? തോമസ് ടുക്കേൽ ഒരു എക്സലൻറ്റ് നോക്കൗട്ട് മാനേജറാണ് നമുക്കറിയുന്നതാണ്. അതേപോലെ തന്നെ ബ്രസീൽ കാർലോയുടെ കീഴിലാണ് വരുന്നത്. അർജൻറ്റീന വളരെ സ്ട്രോങ് ആണ്. ഈ രീതിയിൽ പോർച്ചുഗൽ സ്ട്രോങ് ആണ്. നെതർലാൻഡ്സ് മോശമില്ലാത്ത രീതിയിൽ കളിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ്, ഒരു പറ്റം സൈഡുകൾ ഫേവറേറ്റ്സുകളായിട്ടാണ് വരുന്നത്. ആർക്കടിക്കാൻ പറ്റുന്നത് കണ്ടിരുന്ന സംഭവമാണ്.